എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? ഇസ് ഇറ്റ് റൈറ്റ് ടു പേ ദ ഇംപീരിയൽ ടാക്സ് ടു സീസർ ഓർ നോട്ട്? യേശുവിനെ വാക്കിൽ കൊടുക്കുവാനായി പരീശന്മാരുടെ ശിഷ്യന്മാരും ഹെരോദ്യരും കടന്നു വരുന്ന അതിനിർണായകമായ ഒരു നിമിഷമാണ്. ചില ചോദ്യങ്ങൾ വാക്കിൽ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്, അറിവിന് വേണ്ടിയാകണമെന്നില്ല. ഹാവ് യു സ്റ്റോപ്ഡ് ബീറ്റിംഗ് യുവർ വൈഫ്? താങ്കൾ താങ്കളുടെ ഭാര്യയെ മർദ്ദിക്കുന്നത് നിർത്തിയോ എന്ന ഒരു ചോദ്യത്തിന് യേസ് എന്നും പറയാനൊക്കത്തില്ല, നോ എന്നും പറയാനൊക്കത്തില്ല. അങ്ങനെ വാക്കിൽ കൊടുക്കുവാനായി ചില ചോദ്യങ്ങൾ. എന്നാൽ അത് ശ്രേഷ്ഠ ഗുരുക്കന്മാർക്ക് അതൊരു അവസരമാണ്. അവരുടെ റിയൽ കാലിബർ മെറ്റിൽ ഒന്ന് ഷോ ചെയ്യുവാനുള്ള ഒരു അവസരമാണ്. റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ദൈവജനം ആ കാലത്തിൽ. പാക്സ് റൊമാന, ദ സൈലൻസ് ഓഫ് ദ ഗ്രേവിയാർഡ് ആണെന്ന് പറയുന്നത്. ദ നൊട്ടോറിയസ് മാനിപ്പുലേഷൻ ഓഫ് പീസ്. എവറിഥിങ് വാസ് മാനിപ്പുലേറ്റഡ് ഇൻ ദാറ്റ് കോണ്ടസ്റ്റ്. കാലാകാലങ്ങളായി ദൈവത്തിന്റെ പേരിൽ സീസറെയും സീസറുടെ പേരിൽ ദൈവത്തെയും കബളിപ്പിക്കുന്ന ഒരു പ്രവണത ആത്മീയതയിൽ അല്ലെങ്കിൽ മതത്തിന്റെ മേഖലയിൽ കാണുവാൻ സാധിക്കും. ദൈവത്തിന് കൊടുക്കുന്നു, ഞങ്ങൾ ദൈവത്തിനുള്ളവരാണ്, അതുകൊണ്ട് ലോകപ്രകാരം ഞങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് മതത്തിന്റെ മേഖലയിൽ വളരെ പ്രകടമാണ്. ദൈവത്തിന് ഉള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കുക എന്നാണ് യേശുവിന്റെ ഉത്തരം. എന്നാൽ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഒരു അർത്ഥമേ ഉള്ളൂ, എന്തെങ്കിലും കൊടുക്കുന്നത് വിഹിതമാണോ? ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കാലം ഞങ്ങൾക്കെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കണം. ഭാരതത്തിന്റെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഞങ്ങളുടെ അവകാശമാണ്. അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ നാം ഓരോരുത്തരും, ഞാനും ഉൾപ്പെടെയാണ് പറയുന്നത്, ദിസ് ഈസ് മൈ റൈറ്റ്. എന്നാൽ ഭാരതത്തിന്റെ അതേ ഭരണഘടനയിൽ ഓരോ ഭാരത പൗരനും ചെയ്യേണ്ട 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അക്കമിട്ട് എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി എത്ര പേർക്ക് അറിയാമെന്നുള്ളത് തന്നെ ഒരു വിചിത്രമായ ഒരു പ്രതിഭാസമാണ്, ഒരു കാര്യമാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട 11 ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങൾ ഭാരതത്തിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആത്മാർത്ഥമായി ചോദിക്കട്ടെ, എത്ര പേർക്ക് ആ ഡ്യൂട്ടി അറിയാം? അതുകൊണ്ട് ഇത് കാലാകാലങ്ങളിലുള്ള ഒരു പ്രശ്നമാണ്. അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ നാം നൽകേണ്ടത് വിസ്മരിക്കുകയാണ്. ഇവിടെ ചോദ്യം ഇതാണ്, കൊടുക്കുന്നത് വിഹിതമോ? കൈസർക്കായാലും ദൈവത്തിനായാലും കൊടുക്കുന്നത് വിഹിതമോ? കാരണം ഞങ്ങൾക്ക് ഇത്രയും നാൾ ലഭിച്ചു മാത്രമേ ശീലമുള്ളൂ. ലക്ഷക്കണക്കിന് വർഷങ്ങളായി മാനവരാശിയുടെ ഈ ലോകത്തിലുള്ള ചരിത്രത്തിന്റെ നാൾ വഴികളിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ ഒരു നായാടിയായിരുന്നു. മാൻ വാസ് എ ഹണ്ടർ ഇൻ ദ കോഴ്സ് ഓഫ് സിവിലൈസേഷൻ. വേട്ടയാടുന്ന മൃഗത്തെ എന്തു വിധേനയും കൊന്ന് അത് സ്വയം ഭക്ഷിക്കുക. യൂണിലാറ്ററലിസം, ഏകപക്ഷീയത. എന്റെ കാര്യം മാത്രം നടക്കണം, എന്റെ കാര്യം മാത്രം നടക്കണം, എന്റെ കാര്യം മാത്രം നടക്കണം. എനിക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല, ഞാനൊന്നും കൊടുക്കുവാൻ പാടില്ല. കൊടുക്കുന്നതെല്ലാം നഷ്ടക്കച്ചവടമാണ്. കൊടുക്കും, ഇരട്ടി കിട്ടുമെങ്കിൽ. ദൈവത്തിന് ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ അത് 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു തരും, തിരിച്ചു ലഭിക്കും എന്നുള്ള പ്രത്യാശയിൽ കൊടുക്കുന്നതുണ്ട്. അത് വെറും കച്ചവട മനോഭാവം വെച്ചുള്ള ഒരു കൊടുപ്പാണ്. The hunter is still alive in human beings. The spirit of accusativeness, എല്ലാം സ്വയം ആർജിക്കുക എന്നുള്ള ഒരു മനോഭാവം മനുഷ്യനിൽ ഉറങ്ങിക്കിടപ്പുണ്ട്, ഉണർന്നു കിടപ്പുണ്ട്. നാം പലപ്പോഴും അതിന് കീഴടങ്ങുകയും ചെയ്യുകയാണ്. ഈ ഒരു മനോഭാവത്തോടെയാണ് വന്ന് ചോദിക്കുന്നത്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ?
ലോക ചരിത്രത്തിൽ താത്വിക ആചാര്യന്മാർ, തത്വചിന്തകന്മാർ മനുഷ്യരെ 3 ഗ്രൂപ്പായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് ചിന്തിച്ച കാര്യമാണെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ വളരെ വേഗം അതിലേക്കൊന്ന് കടക്കട്ടെ. മാഫിയ, സോഫിയ, ഗ്ലോറിയ ഗ്രൂപ്പാണ്. മാഫിയ ഗ്രൂപ്പ് അവർക്കൊരു തത്വചിന്തയുണ്ട്, അവരുടെ പ്രിൻസിപ്പിൾ ഉണ്ട്. മൈൻ ഈസ് മൈൻ, യുവേഴ്സ് ഈസ് ഓൾസോ മൈൻ. എന്റേത് എനിക്കുള്ളതാണ്, നിന്റേതും ഞാൻ പിടിച്ചു പറിക്കും. ഇതിനാണ് ഏകപക്ഷീയത എന്ന് പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എന്റെ കാര്യം നടക്കണം. The end justifies the means. It is unilateralism. It is unilateralism. It is unilateralism only, and hence history is written with the ink of blood. മാനവ ചരിത്രത്തിൽ ചരിത്രം രക്തത്തുള്ളികൾ കൊണ്ട്, രക്തപ്പുഴകൾ കൊണ്ട് എഴുതിയിരിക്കുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. എല്ലാം എനിക്ക്, എന്റെ കൂട്ടർക്ക്, എന്റെ കൂട്ടർക്ക്, എന്റെ കൂട്ടർക്ക്. ഇറ്റ് ഈസ് യൂണിലാറ്ററലിസം. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോഫിയ ഗ്രൂപ്പാണ്. മൈൻ ഈസ് മൈൻ, യുവേഴ്സ് ഈസ് യുവേഴ്സ്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിന്റെ കാര്യം നീ നോക്കിക്കോണം. ദ ന്യൂട്രൽ പീപ്പിൾ. സമൂഹത്തിലെ ഒരു 90-95% ആൾക്കാരും സോഫിയ പീപ്പിളാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മുടെ കാര്യം നടക്കണം, മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ അവരെ ശല്യപ്പെടുത്താനും പോത്തില്ല. എന്തെങ്കിലും അത്യാവശ്യമൊക്കെ സഹായം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കിട്ടുന്നതനുസരിച്ച് നമ്മളും കൊടുക്കും. ആ ഒരു തലത്തിൽ ഒരു ചെറിയ ഒരു റെസിപ്രോസിറ്റി ഉണ്ട് അവിടെ. എന്നാലും അവിടെയും യൂണിലാറ്ററലിസത്തിനാണ് കൂടുതലുള്ളത്. പക്ഷെ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. സോഫിയ ആൾക്കാർ പെർഫെക്റ്റ്ലി ഓക്കെയാണ്. നമ്മുടെയൊക്കെ കുഞ്ഞുമക്കളൊക്കെ ഇംഗ്ലീഷൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അവരുടെ മുറിയിലേക്കൊക്കെ അനുവാദമില്ലാതെ അവരുടെ മുത്തശ്ശിയോ മുത്തശ്ശനോ ഒക്കെ വന്നു കഴിഞ്ഞ്, എന്നാ മോളെ നീ എന്തോ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുതിയ ന്യൂജൻ കുട്ടികളൊക്കെ പറഞ്ഞു തുടങ്ങി, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ് ഗ്രാൻഡ്മാ. നിന്റെ കാര്യമല്ല. പഴയ അമിതാഭ് ബച്ചൻ സിനിമയിലെ പാട്ട് പോലെ മേരെ അംഗനോ മേ തുമാരാ ക്യാ കാം ഹേ, നിനക്കെന്നാ ഇവിടെ കാര്യം. സോ സോഫിയ പീപ്പിൾ മൂന്നാമതുള്ളതാണ്. ആദ്യത്തേത് മാഫിയ, എന്റേത് എനിക്കും, നിന്റേത് ഞാൻ പിടിച്ചു പറിക്കും. നമ്മൾ സാറിന് ഏത് കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെയാണ് പറയുന്നത്. എന്നാലും നമ്മളിലെല്ലാം ഒരു മാഫിയ ഉണ്ട്. എന്ത് മെത്തേഡ് ഉപയോഗിച്ചും ഞാൻ ചില നേട്ടങ്ങൾ നേടുമ്പോൾ, ഇത്ര അവസരങ്ങൾ 10 പേർക്ക് അവസരമുള്ളപ്പോൾ 500 പേർ കമ്പീറ്റ് ചെയ്യുമ്പോൾ, എന്ത് സ്വാധീനം ഉപയോഗിച്ചും, രാഷ്ട്രീയമായാലും സാമ്പത്തികമായാലും സ്വാധീനം ഉപയോഗിച്ച് ഞാൻ എനിക്ക് വേണ്ടിയോ എൻ്റെ ഉറ്റവർക്ക് വേണ്ടിയോ ആ ഒരു സീറ്റ് കരസ്ഥമാക്കുമ്പോൾ അവിടെ ഒരു മാഫിയയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോഫിയ, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിന്റെ കാര്യം നീ നോക്കിക്കോണം. ദ ന്യൂട്രൽ പീപ്പിൾ. എന്നാൽ കാലത്തിന്റെ സമ്പൂർണതയിൽ ചരിത്രത്തിൽ അത്യപൂർവമായി ഗ്ലോറിയ പീപ്പിൾ ഉണ്ടാകും. നിന്റേത് നിന്റേതാണ്, എന്റേതും ഞാൻ നിനക്ക് തരാം. യുവേഴ്സ് ഈസ് യുവേഴ്സ്, മൈൻ ഈസ് ഓൾസോ യുവേഴ്സ്. മ്യൂച്വാലിറ്റി ആൻഡ് റെസിപ്രോസിറ്റി അറ്റ് ദ ഹയസ്റ്റ് ലെവൽ. ദ റിയൽ ഹീറോസ് ഓഫ് ഹിസ്റ്ററി, ദ അൾട്ടിമേറ്റ് സുപ്രീം സാക്രിഫൈസ് ഈസ് മെയ്ഡ് ബൈ ദം. 2025 നാം ചോദിക്കേണ്ട ചോദ്യമാണ്. ഇനിയും ഏതാനും ആഴ്ചകൾ കൂടി മാത്രമേ ഉള്ളൂ. പുതിയൊരു വർഷത്തിലേക്ക് നാം വരികയാണ്. ഡിസംബർ മാസം പകുതിയാവുമ്പോൾ ഒരു ധ്യാനത്തിനുള്ള കാലഘട്ടമാണ്. പുതിയ വർഷത്തേക്ക് ഇന്നയോളം തുണച്ചോനെ നാം പാടി പുതിയ വർഷത്തിലേക്ക് പ്രത്യാശയോടുകൂടി കടക്കുമ്പോൾ നാം ഒന്ന് ചോദിക്കണം, ഞാൻ മാഫിയയാണോ, സോഫിയയാണോ, എനിക്ക് ഗ്ലോറിയ ആവാൻ ഒക്കുമോ? ഓരോ മനുഷ്യരിലും ഒരു ഗ്ലോറിയ സ്പിരിറ്റ് ഉറങ്ങിക്കിടപ്പുണ്ട്. ഓരോ അമ്മയും ഗ്ലോറിയയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് 1-2 വർഷക്കാലം അമ്മയുടെ രക്തം കുട്ടിക്ക് മുലപ്പാലായിട്ട് കൊടുത്ത് കുട്ടിയെ വളർത്തുന്ന ഓരോ അമ്മയും ഗ്ലോറിയയുടെ എക്സാമ്പിളാണ്. മറ്റുള്ളവർക്ക് വേണ്ടി. പക്ഷെ നമ്മളെല്ലാവരും ഗ്ലോറിയ ആക്ട്സ് ചെയ്യും. അതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമായിട്ട് ലിമിറ്റഡ് ചെയ്യുമ്പോൾ നമ്മൾ സോഫിയ ഗ്രൂപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്.
എന്നാൽ എന്ന് വീടിൻ്റെ 4 മതിലുകൾ കടന്ന് തൊട്ടടുത്തുള്ള വീട്ടിലെ അയലോക്കത്തെ വീട്ടിലെ ഒരു പാവം പിടിച്ച കുട്ടിക്ക് സ്കൂളിൽ പോകുവാൻ ബാഗില്ലല്ലോ, കുടയില്ലല്ലോ, പുസ്തകമില്ലല്ലോ, പെൻസിലില്ലല്ലോ, ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലല്ലോ എന്ന് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെന്ന് അത് കണ്ടുപിടിച്ച് ഒരു മനുഷ്യനറിയാതെ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലോറിയ ഗ്രൂപ്പിലേക്ക് നടക്കും. നാട്ടുകാരെ എല്ലാം വിളിച്ച് ആ കുഞ്ഞിനെ നടുക്ക് നിർത്തി ഫോട്ടോ എടുത്ത് പത്രത്തിലിട്ട് കൊടുക്കുന്ന കൊടുപ്പല്ല ഈ പറയുന്നത്. നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ ചെയ്യണം. സോ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? അവരറിഞ്ഞില്ല. അവർ ചോദിക്കുന്നത് they were asking this question to the epitome of Gloria culture and mutuality. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശുക്രിസ്തുവുമായി ഒരു റിയൽ എൻകൗണ്ടറിൽ ഏർപ്പെട്ട ഓരോ വ്യക്തിക്കും ഗുണപരമായ മാറ്റമുണ്ടായിട്ടുണ്ട്. ഏകപക്ഷീയതയുടെ കാട്ടത്തി മരത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന സക്കായിയെ, നിനക്ക് അവിടെ നിന്ന് യേശുവിനെ കാണണം, എന്നാൽ യേശു നിന്നെ കാണുവാൻ പാടില്ല. ഇന്ന് നമ്മുടെ വാട്സാപ്പിലെ പല ആൾക്കാരും ഇങ്ങനെയാണ് എന്ന് പറയുന്നത് ഒരു കൗതുകരമായ നിരീക്ഷണമാണ്. നമ്മളുടെ സ്റ്റാറ്റസ് അവർ കാണുന്നുണ്ട്, പക്ഷെ അവർ കണ്ടതായിട്ട് രേഖപ്പെടുത്തുവാൻ പാടില്ല. അതിനുള്ള സോഫ്റ്റ്വെയറോ ഏതാണ്ടൊക്കെ ഉണ്ട്, എനിക്കറിയത്തില്ല. അതുപോലെയായിരുന്നു സക്കായി. ഏകപക്ഷീയതയുടെ കാട്ടത്തി മരത്തിൽ കയറി യേശുവിനെ കാണുമ്പോൾ സക്കായിയെ, ഇതാ പാരസ്പര്യത്തിന്റെ രാജാവായ നസറേനായ യേശു വരുമ്പോൾ നീ ഏകപക്ഷീയതയുടെ കാട്ടത്തിൽ നിന്നും ഇറങ്ങിയേ മതിയാവൂ. നിന്റെ വീട്ടിൽ പാരസ്പര്യത്തിന്റെ രാജാവ് വരുമ്പോൾ, ഗ്ലോറിയ കൾച്ചറിന്റെ രാജാവായി വരുമ്പോൾ, നീ ഇത്രയും നാൾ അനീതിയോടുകൂടി സമ്പാദിച്ചത് മൊത്തവും നീ മറ്റുള്ളവർക്ക് കൊടുത്തേ മതിയാവൂ. വാട്ട് എ ചേഞ്ച്. സമരിയക്കാരി സ്ത്രീ ഉച്ച സമയത്ത് ആരും കാണാതെ ഏകപക്ഷീയതയുടെ മനസ്സുമായി കുടവുമായി കിണറിന്റെ അടുത്ത് വരുമ്പോൾ നിന്നോട് വെള്ളം ചോദിക്കുന്നത് ആരെന്ന് നീ അറിയുകയും നീ അവന് കൊടുക്കുകയും ചെയ്താൽ നിനക്ക് ഒരിക്കലും ദാഹിക്കാത്ത നിത്യജീവന്റെ ജലം തരും. She became a gospel preacher. പേഴ്സണൽ ലെവലിൽ നാം ചിന്തിക്കണം. നമ്മളുടെ ഓരോ ആക്ഷനും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പരമാവധി ലാഭം ലഭിക്കാനാണോ? കൊടുക്കുക. യേശുവിന്റെ മറുപടി, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കുകയും. യേശു അവരുടെ മനസ്സറിഞ്ഞു. ഇവർക്ക് കൊടുക്കുവാൻ യാതൊരു താല്പര്യവുമില്ല. കാലാകാലങ്ങളായി ജനത്തെയും കൈസറേയും ദൈവത്തെയും ഇവർ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്കുവാണെന്നുള്ള വ്യാജേന. Jesus' answer was clear. Giving matters. Growth and progress can be achieved only through giving. വൃക്ഷത്തെ നോക്കി നീ ഒരു പാഠം പഠിക്കുവിൻ. ഒരു വൃക്ഷം അത് മണ്ണിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും വലിച്ചെടുത്ത് അത് ഫലമായി വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഒരു വൃക്ഷവും അതിന്റെ ഫലം ഭക്ഷിക്കുന്നില്ല. ദൈവം ദുഷ്ടന്റെ മേലും നല്ലവന്റെ മേലും മഞ്ഞും മഴയും നൽകുന്ന ദൈവമാണ്. കൊടുക്കുക ജീവന്റെ മർമ്മമാണ്. പിടിച്ചു വയ്ക്കുന്നത് മരണമാണ്. ഒഴുകിപ്പോകുന്ന ഒരു പുഴ, അനേകർക്ക് സന്തോഷം നൽകി ഒഴുകിപ്പോകുന്ന ഒരു പുഴ, എന്നാൽ അവിടെ മാലിന്യം അടിഞ്ഞുകൂടി വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതേ പുഴയിൽ നിന്നും ദുർഗന്ധം വമിക്കും. മരണത്തിന്റെ മർമ്മമാണ് പിടിച്ചു വെക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എടുക്കുന്ന ശ്വാസം, അകത്തോട്ടെടുത്ത ശ്വാസം ഞാനിത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശ്വാസം പുറത്തേക്ക് പോയേ മതിയാവും. ദിസ് ഈസ് ദ വെരി എസൻസ് ഓഫ് ലൈഫ്. പശുവും പന്നിയും ഉൾപ്പെടുന്ന ഒരു കഥ തമാശയായിട്ട് പറയാറുണ്ട്. പന്നി എന്ന് കാട്ടിലെ രാജാവായ സിംഹത്തോടെ പറഞ്ഞു, ഓ സിംഹമേ, എന്നെ ആർക്കും ഒരു വിലയില്ല. അതേസമയം നോക്കി പശുവിനെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്, കരുതലാണ്, സ്നേഹമാണ്. എന്താ കാര്യം? അനീതിയാണ്. സിംഹം പറഞ്ഞു, പന്നി, നീ ചത്തു കഴിഞ്ഞാൽ മാത്രമേ നിന്റെ ഇറച്ചിയും കൊണ്ട് പ്രയോജനമുള്ളൂ, നിന്നെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഈ പശു ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ പാലും ബാക്കി എല്ലാ കാര്യങ്ങളും അനേകർക്ക് പ്രയോജനം നൽകുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അനേകർക്ക് പ്രയോജനം നൽകുക. ഗോതമ്പ് മണി നിലത്തു വീണ് ചത്തേ മതിയാവൂ. സ്പിരിച്വൽ ഡെത്ത് ഹാപ്പൻസ്
മണിമാളികകൾ നമ്മൾ കെട്ടും, കോട്ട കൊത്തളങ്ങൾ കെട്ടും, സുഖമേറിയ കിടപ്പറകളിൽ, ശീതീകരിച്ച കിടപ്പുമുറികളിൽ വലിയ വലിയ മെത്തകളുടെ മേൽ നമ്മൾ കിടക്കുമെന്നാൽ നാം നൽകുവാൻ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഉറക്കം കിട്ടത്തില്ല. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ നൽകുന്നു. ആക്ഷൻസ്, വെൽത്ത്, ടൈം, ടാലൻസ്, അങ്ങനെ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണം. പണമുള്ളവർ പണം കൊടുക്കട്ടെ, ഒരു പുഞ്ചിരി കൊടുക്കുവാൻ പഠിക്കുക. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു ഗ്രാമപ്രദേശത്തൂടെ പോയപ്പോൾ അവിടെ ഒരു വൈകുന്നേരം 5 മണി കഴിഞ്ഞാണ് ഒരു 80 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു നല്ല നേരിയ മറ്റേ കേരള സ്റ്റൈലിലുള്ള ഒരു സാരിയൊക്കെ ഉടുത്ത് വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഒരു കസേര ഇട്ട് അങ്ങ് ഇരിക്കുകയാണ്. 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ മാറി നോക്കി, എന്തോ ഈ സ്ത്രീ കാണിക്കുന്നത്, ഈ മുത്തശ്ശി കാണിക്കുന്നത്. അവരൊരു 1 മണിക്കൂർ അവിടെ ഇരിക്കുമെന്നാണ് ഞാൻ വേറെ ആളോട് ചോദിച്ചപ്പം പറഞ്ഞത്. റോഡിൽ കൂടെ പോകുന്ന കൊച്ചുമക്കള്, സ്കൂളിലും കോളേജിലും പോകുന്ന കുട്ടികളെല്ലാവരും നോക്കി ഈ സ്ത്രീ അങ്ങ് ചിരിച്ചു കാണിക്കും. പരിചയക്കാരൊക്കെ വന്ന് ആ അമ്മച്ചിയോടെ സംസാരിക്കും. എത്ര എത്ര അനുഗ്രഹദായകമായ ഒരു ജീവിതമാണ്. 80ാമത്തെ വയസ്സിൽ ഇങ്ങനെ അനേകർക്ക് ഒരു ചിരി നൽകുകയാണ്, ഒരു സ്വാതന്ത്ര്യം നൽകുകയാണ്, അവിടെ ഇരുന്ന് അവരോട് സംസാരിക്കുകയാണ്. നമുക്ക് പണം മാത്രമല്ല കൊടുക്കുവാൻ കഴിയുന്നത്, ബ്ലഡ് ഡൊണേഷൻ, ഓർഗൻ ഡൊണേഷൻ, ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ. അങ്ങനെ ജീവിതത്തിൽ കൊച്ചുമക്കളെ നിങ്ങൾ കൊച്ചിലെ മുതലേ കൊടുക്കുവാൻ പഠിക്കുക. നിങ്ങൾ പള്ളിയിൽ പോകുന്നത്, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുവാൻ മാത്രമല്ല, എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, ഇല്ലെങ്കിൽ പിണക്കാണ്, പിന്നെ നമ്മൾ പല പല മുറകൾ പ്രയോഗിക്കും. അതല്ല, ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഇത് നൽകും, മുറ്റും ഞാൻ തരുന്നിതാ ഭൂനിക്ഷേപം മുഴുവൻ ഞാൻ ദൈവത്തിന് കൊടുക്കും, ഞാൻ എൻ്റെ സമൂഹത്തിന് കൊടുക്കും, ഞാൻ എൻ്റെ രാഷ്ട്രത്തിന് കൊടുക്കും. അങ്ങനെ കാലാകാലങ്ങളിൽ ദൈവം നിന്നെ വിളിക്കുമ്പോൾ ഗ്ലോറിയയുടെ ഏറ്റവും അത്യുന്നതമായ തലത്തിൽ ഗോഡ് ആൻഡ് ടൈം മേ കോൾ യു ടു ഓഫർ യുവർ സെൽഫ് ആസ് ദ അൾട്ടിമേറ്റ് സാക്രിഫൈസ്. കാൽവറിയിൽ കൊടുത്ത യേശുവിൻ്റെ മാതൃക പോലും ചരിത്രത്തിൽ അത്യപൂർവമായി നിർവഹിക്കേണ്ടി വരും. Give to God what is for God, and to Caesar what is for Caesar. The decisive paradigm shift Jesus teaches. കൊടുക്കുവാൻ പഠിക്കുവാൻ. മുൻപേ പറന്ന പക്ഷിയായിരുന്നു, എല്ലാ ത്യാഗങ്ങളും ഏറ്റുവാങ്ങി. പക്ഷികൾ പറന്നു പോകുമ്പോൾ, ദേശാടനക്കിളി പറന്നു പോകുമ്പോൾ മുമ്പേ ഒരു പക്ഷി ഇങ്ങനെ പോകും. അന്തരീക്ഷത്തിലെ ഇലക്ട്രിക് ഡിസ്ചാർജ് കാണും, പല പല ഒബ്സ്റ്റക്കിൾസ് കാണും. പലപ്പോഴും മുമ്പേ പറക്കുന്ന പക്ഷിക്ക് യാത്ര മുഴുവിക്കാനാവത്തില്ല, അത് മരിച്ച് താഴെ വീഴും. എന്നാൽ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ വലിയ മരത്തിൽ ആയിരക്കണക്കിന് പക്ഷികൾ ഇരിക്കുമ്പോൾ ആ മരത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്ഥാനം അവർ ഒഴിച്ചിടും. അപ്പോൾ തലമൂത്ത ഒരു പക്ഷി ഇങ്ങനെ പറയും കുഞ്ഞുങ്ങളോടെ, മക്കളെ, അത് മുമ്പേ പറക്കുന്ന പക്ഷിക്കുള്ള സ്ഥാനമാണ്. അവൻ ജീവൻ കൊടുത്തത് കൊണ്ടാണ് നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തിയത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ധ്യാനിക്കാം. മാഫിയ, സോഫിയ, ഗ്ലോറിയ. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ? എന്തെങ്കിലും കൊടുക്കുന്നത് വിഹിതമാണോ? ഞങ്ങൾക്ക് ഇത്രയും നാളായി നേടിയേ ശീലമുള്ളൂ. ദൈവമേ, 2025 ഈ അവസാന മാസത്തിലൊക്കെ വരുമ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റ്. ലോകത്തിന് മാറ്റം വരണമെന്ന് മാത്രമല്ല പ്രാർത്ഥന, എനിക്ക് മാറ്റം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാനും അതനുസരിച്ച് മാറുവാനും സഹായിക്കണമേ. പ്രാർത്ഥന ഒരു വൺ സൈഡഡ് ലിസ്റ്റ് ഓഫ് ഡിമാൻഡ്സ് അല്ല. ദൈവഹിതം അറിയുക. ദൈവമേ, നീ എന്നോട് സംസാരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? യൂണിലാറ്ററലിസത്തിൻ്റെ പിടിയിലകപ്പെട്ടിരുന്ന് മരണത്തിൻ്റെ മർമ്മത്തിൽ ജീവിക്കുന്ന എനിക്ക് റെസിപ്രോസിറ്റിയുടെ, മ്യൂച്വാലിറ്റിയുടെ, ഗ്ലോറിയയുടെ മർമ്മത്തിലേക്ക്, ജീവന്റെ കൊടുക്കുന്നതിൽ കൂടി ലഭിക്കുന്ന ജീവന്റെ മർമ്മത്തിലേക്ക് എന്നെ നയിക്കണമേ. അങ്ങനെ ഒരു കൈത്തിരി പോലെ കത്തി എരിയണം ദൈവസന്നിധിയിൽ. എൻ്റെ ആയുസിൻ ദിനമൊക്കെയും തൻ്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ.
ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. കൊടുക്കുവാൻ പഠിക്കുവിൻ. ആമേൻ.